ബാക്ക് ടു ഐഫർ എഡ്യൂക്കേഷൻ. സോ നമ്മുടെ UG ക്ലാസ്സസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ നോളജിൽ തന്നെ സിറ്റി ആൻഡ് നിക് നെയിംസ് ആണ്. ഇതിന് മുന്നേ നമ്മൾ ബുക്സ് ആൻഡ് ഓതേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ പോയിട്ട് കാണാം കേട്ടോ. ആൻഡ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, സിറ്റി ആൻഡ് നിക് നെയിംസ് നോക്കാം അല്ലെ. നല്ലൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ So our first question is, which city is known as the City of the Golden Temple? The City of the Golden Temple എന്ന nickname ഉള്ള സിറ്റി ഏതാണ്? ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. കൊൽക്കത്ത ആൻഡ് കൊച്ചി, ജയ്പൂർ, അമൃത്സർ. ഈ നാലെണ്ണത്തിൽ ഏതായിരിക്കും? സോ നിങ്ങളൊരു ആൻസർ മൈൻഡിൽ വിചാരിക്കാം. നമുക്ക് നോക്കാം അല്ലേ നമ്മുടെ ആൻസർ ഏതാണെന്നുള്ളത്. ഈ ആൻസർ ഇസ് ഡി. സോ ഡി ഏതാണ്? അമൃത്സർ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? സിറ്റി ഓഫ് ദ ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ അമൃത്സർ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ കിട്ടിയില്ലേ, ഒരു സിറ്റിയും നിക്നെയിമും കിട്ടി. അമൃത്സറിന്റെ നിക്നെയിം ആണ് എന്ത്? സിറ്റി ഓഫ് ദ ഗോൾഡൻ ടെമ്പിൾ എന്നുള്ളത്. ഓക്കെ, സോ അത് ക്ലിയർ ആണ്. നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, so second question is, which Indian city is nicknamed City of 1000 Temples? So City of 1000 Temples. അപ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ നോക്കി. ഇനി നമുക്ക് വരുന്നത് സിറ്റി ഓഫ് 1000 ടെമ്പിൾസ് ആണ്. സോ ഏതാണ്? ഇവിടെ ഓപ്ഷൻസിൽ മഹാബലിപുരം ഉണ്ട്, ആൻഡ് കാഞ്ചീപുരം, വെങ്കടേശ്വര, ശ്രീ ശൈലം. ഏതാണ്? ഈ നാലെണ്ണത്തിൽ ഏതാണെന്ന് നോക്കാം അല്ലെ. ആൻസർ ഇസ് ബി. ആൻസർ ഇസ് ബി, കാഞ്ചീപുരം അല്ലെ. കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പട്ട് കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരും. പക്ഷെ അവിടെ എന്ത് കൂടി ഫിക്സ് ചെയ്യുക, സിറ്റി ഓഫ് 1000 ടെമ്പിൾസ് എന്നറിയപ്പെടുന്നതും ഏതാണ്? കാഞ്ചീപുരമാണ്. ഓക്കെ, ഓപ്ഷൻ ബി കാഞ്ചീപുരമാണ് കറക്റ്റ് ആൻസർ. സോ third question. The third question is, which Indian city is nicknamed Yoga City? So Yoga City എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സിറ്റി ഏതാണ്? നോക്കി, പത്തൻകോട്ട് ഉണ്ട്, ഋഷികേശ് ഉണ്ട്, ശ്രീനഗർ ഉണ്ട്, ഗാന്ധിനഗർ ഉണ്ട്. ഇതിൽ ഏതാണ് നമ്മുടെ യോഗ സിറ്റി എന്നറിയപ്പെടുന്നത്? ആൻസർ ഇസ് ബി. ഏതാണ്? ഋഷികേശ് ആണ് അല്ലെ. സോ ആൻസർ ഇസ് ഋഷികേശ്. സോ യോഗ സിറ്റി ഋഷികേശ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ 3 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. നമുക്ക് നമ്മുടെ 4th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ 4th ക്വസ്റ്റ്യൻ ഇസ്, which of the following city is nicknamed Blue City? അപ്പൊ യോഗ സിറ്റി കഴിഞ്ഞു, നമ്മൾ ബ്ലൂ സിറ്റിയിലെത്തി. സോ ബ്ലൂ സിറ്റി ഇതിൽ ഏതാണ് ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത്? കോട്ടയുണ്ട്, ജോധ്പൂർ, ജയ്സൽമർ ആൻഡ് ബിക്കാനർ. ഇതിൽ ഏതാണ് നോക്കാം. ആൻസർ ഇസ് ബി. ഏതാണ്? ജോധ്പൂർ ആണ് അല്ലെ. ജോധ്പൂർ ആണ് ഏത് ബ്ലൂ സിറ്റി എന്ന് പറയുന്നത്. അവിടുത്തെ വീടുകളൊക്കെ കൂടുതലായിട്ട് എന്താണ്, ബ്ലൂ പെയിന്റഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. സോ ആ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇസ്, which city is known as Steel City of India? ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അല്ലെ. ഏത് സിറ്റിയാണ് ഇതിൽ? ജംഷേദ്പൂർ ഉണ്ട്, ലക്നൗ ഉണ്ട്, പത്തൻകോട്ട് ഉണ്ട്, ലഡാക്ക് ഉണ്ട്. ഇതിൽ ഏതാണ് സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളത് നോക്കാം അല്ലെ. സോ സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ ഇസ് ആൻസർ എ. ഏതാണ്? ജംഷേദ്പൂർ ആണ് സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ. സോ നമ്മൾ ഇപ്പൊ നമ്മുടെ 5 പഠിച്ചു കേട്ടോ. പഠിക്കുന്ന അനുസരിച്ച് നോട്ട് ചെയ്ത് വെക്കണം. 5th വൺ കഴിഞ്ഞു. നമുക്ക് 6th വൺ നോക്കാം. 6th one is, which Indian city is known as Rome of the East and Gateway of Karnataka, Ice Cream Capital of India? അപ്പൊ ഈ 3 നിക്നെയിംസ് ഉണ്ട് അല്ലെ. ഈ 3 നിക്നെയിംസും വരുന്ന ഒരു സിറ്റിയുടെ നെയിമാണ് ചോദിച്ചത്. ഏതാണ്? ഇതിൽ മുംബൈ, പനാജി, തിരുവനന്തപുരം, മാംഗ്ലൂർ ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ്? ഈ 3 പേരിലും അറിയപ്പെടുന്നത് എന്തൊക്കെയാണ്? റോം ഓഫ് ദ ഈസ്റ്റ്, യെസ്, റോം ഓഫ് ദ ഈസ്റ്റ്, ദെൻ ഗേറ്റ്വേ ഓഫ് കർണാടക ആൻഡ് ഐസ്ക്രീം ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഓക്കെ, നോക്കാം അല്ലെ നമുക്ക്. സോ ആൻസർ ഇസ് ഡി. എവിടെയാണ്? മാംഗ്ലൂർ ആണ് അല്ലെ. മാംഗ്ലൂർ ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? ഈ 3 പേരുകളിൽ അറിയപ്പെടുന്ന സിറ്റി. ഓക്കെ, സോ 6th വൺ കഴിഞ്ഞു. നമുക്ക് 7th വണ്ണിലേക്ക് പോവാം. 7th ക്വസ്റ്റ്യൻ ഇസ്, which city is known as the Scotland of India? ഏതാണ് സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സിറ്റി? ഓക്കെ, പൂനെ, മണാലി, കൂർഗ്, ഊട്ടി. ഇതിൽ ഏതാണ് സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ? ആൻസർ ഇങ്ങനെ മൈൻഡിൽ വിചാരിക്കായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക. ആൻഡ് നമുക്ക് ആൻസർ നോക്കാം. ഏതാണ്? ആൻസർ സി. ഏതാ? കൂർഗ് ആണ് അല്ലെ. കൂർഗ് കർണാടകയാണ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, then 8th one is,
വിച്ച് ഇന്ത്യൻ സിറ്റി ഈസ് കോൾഡ് ദ ക്യൂൻ ഓഫ് ഹിൽസ്? ഏതാണ് ക്യൂൻ ഓഫ് ഹിൽസ് എന്ന നിക് നെയിം ഉള്ള സിറ്റി? ഇവിടെ ഓപ്ഷൻ എ മണാലി ഉണ്ട്, ഡാർജിലിംഗ് ഉണ്ട്, ഗാങ്ടോക്ക് ഉണ്ട്, ദെൻ നൺ ഓഫ് ദീസ്, ഇതൊന്നും അല്ല. ഏതായിരിക്കും ഓപ്ഷൻ? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും? ആൻസർ ഇസ് ബി. ഡാർജിലിംഗ് ആണ് അല്ലെ, ഡാർജിലിംഗ് ആണ് ക്യൂൻ ഓഫ് ഹിൽസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ 8 എണ്ണം കഴിഞ്ഞു, ഇനി 2 എണ്ണം കൂടി. ഓക്കെ, സോ ninth one നോക്കി. വിച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ഗാർഡൻ ഓഫ് സ്പൈസസ് ഓഫ് ഇന്ത്യ? ഗാർഡൻ ഓഫ് സ്പൈസസ് ഓഫ് ഇന്ത്യ ഏതാണ് ഇതില്? നമുക്കറിയാലോ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു നിക് നെയിം അല്ലേ. ഏതാണ്? കൂടുതലൊന്നും നോക്കാനില്ല, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അല്ലേ, നമ്മളെ കേരളയാണ്. ഇത് ഈസ് ഗാർഡൻ ഓഫ് സ്പൈസസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദ സിറ്റി ഓഫ് നവാബ്സ്? ഏതാണ് സിറ്റി ഓഫ് നവാബ്സ് ഇതില്? ഇതൊന്ന് നോക്കിയേ. പത്താൻകോട്ട്, ലക്നൗ, ജയ്പൂർ, ഷിംല, ഇതിലേതാണ് സിറ്റി ഓഫ് നവാബ്സ്? ആൻസർ നോക്കാം. സോ ആൻസർ ഇസ് ബി. ഏതാണ്? ലക്നൗ ആണ്. ഓക്കെ, സോ ലക്നൗ ഇൻ ഉത്തർപ്രദേശ് ആണ് സിറ്റി ഓഫ് നവാബ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സിറ്റി ആൻഡ് നിക് നെയിംസ് എന്ന ടോപ്പിക്കിൽ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 10 സിറ്റീസും അതുപോലെ അതിന്റെ നിക് നെയിംസും ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ജനറൽ നോളജും അങ്ങനെയുള്ള ജനറൽ എല്ലാ ടോപ്പിക്സും നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. സോ ഹാപ്പി ലേണിംഗ്. ബൈ.